ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടി കൊച്ചിക്ക് പോവാണ്. ഗൈസ്, അജ്മീർ ഭയങ്കര വീഡിയോ എടുക്കലിന് തിരക്കിലാണ്. നമ്മളങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാണ്. എന്താണ് അജ്മലൊരു ഇൻട്രോവേർട്ടറാണ്. അത് ആദ്യത്തെ മാത്രമേ ഉള്ളൂ. നമ്മള് ട്രെയിനിൽ സീറ്റില്ലാതെ ഇങ്ങനെ ഇറങ്ങി ഓരോ ബോഗി മാറി കയറി കൊണ്ടിരിക്കാണ്. വ്ലോഗാണ്, വ്ലോഗ് കിട്ടുന്ന സംഭവം. എന്താടാ നമ്മളീ നോമ്പ് നോറ്റ് നടന്ന് വൈകി അഞ്ചാന്തൊക്കെ ചിരിക്കണേ. ഒരു ഭയങ്കര സോഷ്യൽ ആൻസൈറ്റിയാണ് ഗൈസ്. നമ്മളിങ്ങനെ കൊയങ്ങി ട്രെയിന് വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ ഓടി. പിന്നെ ഇതെന്തോ ഒന്നും പറയാത്ത അഞ്ചാതെ എക്സാമിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. എന്താ പറയല്ലേ? ഒന്നും പറയാല്ല. നോമ്പ് വെച്ചാണ് ഇന്നെ അങ്ങനെ ഓടിപ്പിച്ചല്ലേ. എന്നോട് വരാൻ പറഞ്ഞു. എനിക്കറിയാം ഓടാക്കുന്നത്. നമ്മളൊരു സഹലിനെ തെരഞ്ഞ് എവിടെയെന്ന് അറിയാതെ നമ്മള് കൊയങ്ങി. എന്താ ഫൈനലി നമ്മൾ സഹലിനെ കണ്ടെത്തിക്കണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഫൈനലി നമുക്ക് അങ്ങനെ സീറ്റ് കിട്ടി. കാണിച്ചു നമ്മളെ സീറ്റ് അഞ്ചാതെ ഇവിടെ, ഞാനിവിടെ. അങ്ങനെ എടുത്ത് നല്ല രസം. പിന്നെ അവിടെ എന്തിനൊക്കെ പൊന്തു. മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇത്. അവിടെ ഒരാൾ കുളിക്കുന്നുണ്ടായിരുന്നു. മല്ലി സായകൻ കൊച്ചി എത്തി കാഴ്ച. നമ്മൾ കൊച്ചി നമ്മളങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണു. പഞ്ചായത്തിന് കുട്ടി ഉണ്ടായതുകൊണ്ട് 7 നേരം പാക്കിങ് കാണിക്കണം. തൊപ്പി കാണും. യാസിന്റെ ബ്ലോഗാണ്. ബ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ യാസിനെ? എമ്പുരാന്റെ കഥ മൊത്തം അങ്ങ് പറയും. മറ്റേ ഡ്രാഗണേരെങ്കിലും അറിയോ? ഡ്രാഗണ് ബാക്കിൽ ഡ്രാഗൺ. നമ്മളങ്ങനെ ഈ റീച്ചിൽ അങ്ങനെ എക്സാം സെന്റർ. സമയം 12 മണി. 12:30 നമ്മൾ കയറണം. 1:00 എക്സാം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും യൂട്യൂബ് ചാനലിനെ പറ്റി പറയാല്ലേ? നല്ല അഭിപ്രായം. എടാ എനിക്ക് ഈ വീഡിയോ എടുത്ത് പരിചയം വീഡിയോ എടുത്ത് ഇവിടെ പഠിക്കാണ്. ഭയങ്കര പഠിപ്പ്. നമ്മൾ മാത്രം ഒന്നും പഠിക്കാതെ വരും. അഹമ്മദാബാദ്, കാവന്നൂർ. And we are very
We are very very eager to know how the question paper would be. And are you curious? No. Yes. Yes. Okay. We are all curious to know about how that question paper is gonna be, that hard or simple. Let's wait and see. Right? ഇങ്ങനത്തെ ഒരു വ്ളോഗറാണ് എനിക്ക് ആവശ്യം. Okay, ഞാനിപ്പോ വരുന്നതാ. സമയം പറ. എക്സാം കുഴപ്പമില്ലായിരുന്നു. നല്ല എക്സാം. അൻസാദ് എക്സാം കഴിഞ്ഞ് വരികയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അൻസാദ് എക്സാം? എക്സാം എന്തൊക്കെ നമ്മളെത്ര കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആ ഉത്തരം പറഞ്ഞ വല്ല ചോദ്യം ചെയ്ത് കണ്ടോ ഗൈസ്? ഞങ്ങളെ ആകെ ആൻസറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? എനിക്കങ്ങനെ മടിയില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അത് പറഞ്ഞാൽ എക്സാം എന്ന് പറഞ്ഞ സുഖമുള്ള ചോദ്യം എന്താണ്? പക്ഷെ ഉണ്ടല്ലോ, ഈ സുഖമുള്ള ചോദ്യത്തില് കുറച്ച് അറിയാത്ത വാക്കുകൾ കൂട്ടിയപ്പം ഈ സുഖമുള്ള ചോദ്യം മാറി വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. പിന്നെ വന്ന ചോദ്യം അതൊന്നും അറിയില്ല. എന്റെ മനസ്സ് എന്റെ ഭാഗത്താണുള്ളത്. എന്റെ മനസ്സ് തോന്നി ഞാൻ കുട്ടി ഇനി പാസ്സായി, ഞാൻ പാസ്സായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് എക്സാം റിവ്യൂ. പെർഫെക്റ്റ്. ഓക്കെ, തോറ്റു. ഇനി പറയാനെങ്കിൽ വെച്ചാൽ ഇമാതിരി ഒരു മെറ്റ് എക്സാം ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ മെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് ഞാൻ മെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മെറ്റിനെ കെട്ടി കിണ്ണം മെറ്റായിരുന്നു. കയ്യിലെടുത്ത ക്വസ്റ്റ്യൻ തന്നിരുന്നില്ല, പിന്നെ പാസ്സായ. അങ്ങനെ കറങ്ങാൻ പോവാണ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ നോമ്പ് മുറിച്ചു, പക്ഷെ നമ്മൾ മുറിച്ചിട്ട് നോമ്പുണ്ട്. പക്ഷെ നമ്മള് കയറൂല, നമുക്ക് നോമ്പാണ്. നമ്മളങ്ങനെ ഗ്രാൻഡ് ഹയത്തിലേക്ക് പോവാണ്. നമ്മള് വാട്ടർ മെട്രോ കയറാൻ പോവാണ്. നമ്മളെ ക്ഷീണിച്ചു, മറ്റേ ക്ഷീണിച്ചു. അൻസാദൊക്കെ ചത്തു അല്ലേ? സ്ഥലം അജ്മല, കൊച്ചി. ഫൈനലി നമ്മള് കായല് കണ്ടു അജ്മലെ. അതെ ഇത് ഹൗസ് ബോട്ടൊന്നല്ല, ഇതാണ് വാട്ടർ മെട്രോ. ഇതൊക്കെ എന്താ പൗതി മുങ്ങി കിടക്കണം. ടിക്കറ്റ് എടുക്കാൻ പോവാണേ അല്ലേ? അങ്ങനെ നമുക്ക് കാർഡ് കിട്ടി. ഞാൻ കൊയങ്ങിക്ക് പറ്റുന്നില്ല, അതാണ് ഞാൻ പറയാം. നമ്മളങ്ങനെ എന്താണ് വാട്ടർ മെട്രോക്ക് വേണ്ടി കാത്തിക്കണേ. നമ്മള് കയറാൻ പോവാണ്. തണുത്തു. അൻസാദിന്റെ ഒരു പൊലി സ്റ്റാർട്ട് അടിക്കുന്നുണ്ട്.
നമ്മള് നോമ്പ് തുറക്കാൻ എവിടെ പോകുന്നു? ഫോർട്ട് കൊച്ചി. ഭയങ്കര ആട്ടം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചി. നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. സമയം 6:40 ബാങ്ക് കൊടുത്തു നമ്മൾ കേട്ടിട്ടില്ല. എന്നാലും കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കയറി ഇറങ്ങി. എന്തായാലും റാഹത്ത്. ഇവിടെ വാട്ടർ മെട്രോണ്ട് മിനിയേച്ചറുണ്ട്. ഷിപ്പ് ഗൈസ് കുറച്ച് മദാമ നടത്തിയിട്ടുണ്ട്. കേട്ടോ കുറച്ച് മദാമകൾ നടത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫോർട്ട് കൊച്ചി. ഇവരോട് എന്തെങ്കിലും പറയണ്ടോന്ന് ചോദിച്ചാലോ? നമ്മള് നോമ്പ് തുറന്ന ഉടനെ വെറും വെള്ളം മാത്രം കുടിച്ച് ബാക്കി മന്തി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. മന്തി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ? അതെ. പിന്നെ ഇവിടെ ഒരുമാതിരി സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല വിശപ്പുണ്ട്. അവിടെ നമ്മൾ മന്തി കഴിച്ചു. സിനിമയിൽ പറഞ്ഞാൽ കൊച്ചി എത്തി. എടുക്കണ്ട് കേറ്. നമ്മളങ്ങനെ മന്തി കഴിക്കാൻ നോർമൽ ചിക്കൻ മന്തി റൈസ്, സ്പൈസി ചിക്കൻ മീറ്റ് ഉള്ളി. ആദ്യം തന്നെ നമുക്ക് സൂപ്പ് കിട്ടിയിരുന്നു. അതിനുള്ള സൂപ്പ് ആസ്വദിച്ച് കുടിച്ചാൽ അങ്ങനെ ഉണ്ട്. അഡ്ജസ്റ്റബിൾ. വലിയൊരു മെച്ചല്ല, എന്നാലും ഓക്കെ. നോമ്പ് തുറന്ന് നേരെ മതി. വേറെ ഒന്നും തോന്നാതെ നേരെ മതി. കുറേ കാലത്തിന് ശേഷം മന്തി തിന്ന റാഹത്ത്. അതൊക്കെ തിന്നവും പോരായിട്ട് ഇനി ഫുൾ ചാർജോടി വേണമല്ലോ. അല്ലല്ല, കോൾ എടുത്താരാ നോക്കില്ലോ. ഹലോ ആ പറഞ്ഞോ. ഹലോ ഒരു മിനിറ്റ്. 5 ബട്ടർസ്കോച്ച് വിളിക്കാം. കളർ കണ്ടിട്ട് പേടിയാവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സീന ജോലിയെ കുടിച്ചാ മതി. നാളെ നാളെയും പോകും, മറ്റന്നാളെയും പോകും. അങ്ങനെ മെല്ലെ വെച്ചാ മതി. ഇല്ല അങ്ങനെയുണ്ട്. ടിഷ്യൂ ഉണ്ടോ?
നമ്മളിങ്ങനെ ഫോർട്ട് കൊച്ചി കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. കോലുമിഠായി തോന്നുന്നുണ്ട്. എന്താ ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു കോലുമിഠായി വാങ്ങി കൊടുത്തു വെച്ചാൽ. പിന്നെ ദിസ് ഈസ് ഫോർട്ട് കൊച്ചി ഗൈസ്. ഹെഡ് ക്വാർട്ടേഴ്സ്. അജ്മൽ പറയുന്നത് ഇതൊക്കെ കണ്ടന്റാണ്. കുറച്ച് 2 പട്ടാളക്കാർ വരുന്നുണ്ട്. ഇന്ത്യൻ കസ്റ്റംസ്. നമ്മളവിടെ വേറെ സാധനം കണ്ടു. എന്താ ബോട്ടിൽ തിരിച്ചു പോകാൻ പോവാണ്. സംഭവമൊക്കെ സെറ്റപ്പ് ആയിക്കോണു പോലെ. നമുക്കില്ല ബോട്ട് വന്നു. പൊട്ടന്മാരിപ്പോഴും ഷൂട്ട് എടുത്തിരിക്കാണ്. നമ്മളെ ബോട്ട് സീന് ബോട്ട് പാട്ടൊക്കെ ഇടാൻ സാറേ. ബോട്ടിന്റെ ബാക്ക് ഭാഗം എന്താത് പറയണ ദുബായ് വൈബ്. എന്താ ദുബായ് വൈബ്. ഏത് വൈബ്? അംബാനി വൈബ്. നമ്മക്ക് വേണ്ടി ബോട്ട്. റിച്ച് കിഡ്സ് എപ്പോഴും ഇങ്ങനെ കയറും. നമുക്ക് വണ്ടി ഇല്ലാന്ന് കണ്ടാ നമ്മള് ബോട്ട് റെന്റിന്. പൈസ നമുക്ക് വിഷയമല്ല. കടല് ബോട്ട്. മീൻ പിടിച്ചിട്ട് ബോട്ടാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തി. ഒക്കെ നല്ല സെറ്റപ്പ് ബോട്ട് അയക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സാധനടാ. അത് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ തലശ്ശേരി വൈബ്. പണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ തലശ്ശേരി വരെ പോയിരുന്നു ട്രെയിനിൽ. നേരത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മളിപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എങ്ങനെ പോകണമെന്ന് ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ 10:10 ഇനി 11:30 അൻസാദിന് ട്രെയിൻ. ഓൻ്റെ കുറ്റിപ്പുറത്തേക്ക് ആ ട്രെയിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഷൊർണൂർക്ക് നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനുണ്ട്. ഓൻ ഒറ്റക്കാക്കി പോകേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ സ്നേഹം കൊണ്ട്. അപ്പോൾ എന്തായാലും ആ ട്രെയിനിന് പോയിട്ട് ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് ചിലപ്പോൾ ബസ്സിന് പോവും, ചിലപ്പോൾ ട്രെയിനിന് തന്നെ പോവും. എങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല അതുപോലെ എസ്കുലേറ്റർ കാണാത്തമാതിരി എസ്കുലേറ്റർ കയറണപ്പോൾ വണ്ടി കയറിക്കണം. കണ്ടപ്പോത്തിനാണ് വണ്ടി കയറാൻ എത്താപ്പോൾ ഇതൊക്കെ. ഇങ്ങനൊരു മണ്ട എസ്കുലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ഈ തടിയന്മാർക്ക് തിന്ന് മതിയായിട്ടില്ല കാശ്. പച്ച ലേസ് ചോപ്പ് ലേസ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വാങ്ങി. ഇതിലൊന്നുമില്ല നമ്പർ ഉണ്ടോ? ആ ഗോളി ഉണ്ടോ? അതിന്റെ ഒന്നുമില്ലടാ പഠിച്ച്.
വാപ്പാന്റെ ഡേയ്സ്. മെട്രോ എന്താ ഈ നേരത്തെ സമയം 10:11. ഗൂഗിൾ മാപ്പിൽ എപ്പോഴാണ് കാണിച്ചേ? അല്ല മാപ്പിൽ എപ്പോഴാണ്? അല്ല ഗൂഗിൾ സെർച്ചിൽ എപ്പോഴാണ് കാണിച്ചേ? 10:30. അവസ്ഥ നോക്കണോ? എല്ലാതും തിരക്ക്. തൂങ്ങാനും കൂടി സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഗൈസ്. പോലീസുകാരോട് പറയണതല്ല. പെട്ടു ഗൈസ്. പെട്ടു എന്നല്ല, നമ്മള് മൂഞ്ചി. കാരണം വി ആർ ട്രാപ്ഡ് ഇൻ കൊച്ചി. അതെ, ആരെങ്കിലും സഹായിക്കും. അത്രക്കൊന്നുമില്ല, എനിക്കില്ല, ഞങ്ങൾക്കുണ്ട്. ട്രെയിൻ വന്നു, എല്ലാരും കുറെ ആൾക്കാരൊക്കെ തൂങ്ങി പിടിച്ചു പോയി. നമുക്ക് പിന്നെ അത്ര കയപ്പില്ലാത്തോണ്ട് നമ്മളിവിടെ നോക്കിയിരുന്നു. ഇതാണ് ഉമ്മാര് പറഞ്ഞ് കേക്കണം പറഞ്ഞു. എന്റെ അമ്മ ഞാൻ അങ്ങോട്ട് പോരാന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു എടുത്തോണ്ട് എനിക്ക് മഴ അതല്ല, എങ്ങോട്ടേക്ക് റമദാൻ മാസം ഇറങ്ങാൻ പോണേ. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് നേരെ പെരേക്ക് പോയിക്കണമെങ്കിൽ ഇപ്പൊ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ കണ്ടോ മഴയും പേര് അറിയില്ല. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ അതിജീവിക്കാനുള്ള കാര്യം നമുക്ക് വേണ്ടുണ്ട്. മഴ 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 അജ്മലെ, നമുക്ക് മറ്റേ പാട്ടറിയോ? മഴ മഴ കൂടെ കൂടെ മഴ പെയ്താൽ കൂടാ. അതെ, എന്തൊരു കഷ്ടല്ല. അതൊക്കെ പഠിച്ചോന്റെ എന്താണ് അനുഗ്രഹമാണ് അല്ലേ? അഞ്ചാതെ അത് മിൽമല്ല, മിൽക്ക് എന്നാണ്. അഞ്ചാത് മിൽമ സ്റ്റാളാണ് കൊണ്ടുവന്നാണ്. ചായ വിശ്വസിച്ച് കുടിച്ചാന്നൊക്കെ പറഞ്ഞാണ്. മിൽമല്ലടാ, മിൽക്കാണ്. എന്താടാ ഇതെന്താ സാധനം? എന്താ? ഹോട്ട് ബദാം മിൽക്ക്. അതെ, നമ്മളവിടെ കുറെ നേരം ചൊറിയും കുത്തിയിരുന്നതിന് ശേഷം ഓട്ടോ എടുത്ത് അടുത്ത റെയിൽവേ സ്റ്റേഷൻ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയി. അതെ അതെ, മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ട് റോഡ് കാണാൻ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ഗൈസ്. ഉറക്കാൻ കണ്ണും തുറക്കാൻ നിൽക്കണില്ല. അജ്മലെ സന്തോഷം നോക്കാം. നമ്മള് ഷൊർണൂർ എത്തിയപ്പോ ഒരു ചായ കുടിക്കാണ്. അൻസാദിന്റെ വകയാണെല്ലാം. അൻസാദ് നല്ല സഹായ മനസ്കനാണ്. അങ്ങനെ അൻസാദ് ആ ട്രെയിനിൽ കയറാൻ പോവാണ്. നല്ല സ്ഥലം ഉണ്ടായില്, അതുകൊണ്ട് കുഴപ്പമില്ല. നിർത്തിയിട്ടൊക്കെ പോയാൽ മതി, സ്ഥലത്തേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ പേരേക്ക് പോരെ. ജനറൽ കമ്പാർട്ട്മെന്റത്തെ ബാത്റൂമൊന്നും പറ്റൂല, AC കയറുള്ളൂ. വൃത്തിയില്ല കണ്ണാടി. നമ്മളങ്ങാടിപ്പുറത്ത് ഫൈനലായി. ആ ഇനി നമ്മളിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള സ്റ്റോറി ഉണ്ട്. അതെ, കുറേ അനുഭവങ്ങൾ. ലൈറ്റ് ആൾക്കാരായതുകൊണ്ട് നേരായ മാർഗത്തിൽ കൂടി ഒന്നും വരില്ല. ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ കൂടി 4:10. ഇപ്പോൾ ഡ്രസ്സിങ് കാർഡൊക്കെ തുറന്നു വെച്ചേക്കണേ. എന്താ വെച്ചാൽ എനിക്ക് ഇതിനെ പറ്റി പറയാല്ലേ. എവിടെ ഈ നേരത്തെ ഡ്രസ്സിങ് കാർഡൊക്കെ തുറന്നു വെച്ചു. ഇതിനൊക്കെ പട്ടിമാണ്ടി